എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് എങ്ങനെയാണ് ഒരു നാടൻ ലഞ്ച് എങ്ങനെ റെഡിയാക്കേണ്ടതെന്ന് നോക്കിയാലോ. അപ്പം ഞാൻ റെഡിയാക്കേണ്ട കൊഞ്ചുണ്ട്, കപ്പ പുഴുക്കുണ്ട്, പയർ തോരനുണ്ട്, പിന്നെ മുളകിട്ട കൊഞ്ചുണ്ട്, നമ്മുടെ ഒരു കാളനുണ്ട്, ചീര തോരനുണ്ട്, പപ്പടം, കൊണ്ടാട്ടം മുളകും ഉണ്ട്. ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കണ്ടോ, നിങ്ങൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് പിന്നെ പരിപാടിയിലേക്ക് തുടങ്ങാം. ആദ്യം തന്നെ നമ്മൾ വെള്ളരിക്ക ഉപ്പും മുളകും ഇട്ടിട്ട് കുറച്ച് ഉപ്പും ഇട്ടിട്ട് മുളകും മഞ്ഞളും ഇട്ട് ഒരര ഗ്ലാസ് വെള്ളം ഇട്ടിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ മുളകിടാൻ വേണ്ടിയിട്ട് കൊഞ്ചിട്ടിട്ടുണ്ട്, തക്കാളി, പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില, കുറച്ച് പുളിയും കൂടി ഒഴിച്ച് മുളകും മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് അതങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അത് പിന്നെ കണ്ടോ, മഞ്ഞളും മുളകൊക്കെ ഇട്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് പുളി ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കാം കേട്ടോ. കൂടുതൽ പുളി ഉപയോഗിക്കേണ്ടവർ കൂടുതൽ ഉപയോഗിക്കുക, കുറച്ച് പുളിയെ ഇഷ്ടമുള്ളെങ്കിൽ അവർ കുറച്ച് എടുക്കുക കേട്ടോ. ഞാനൊരു ചെറിയൊരു കുറച്ച് പുളി എടുത്തില്ല, എനിക്കധികം പുളി ഇഷ്ടമല്ല. അപ്പം അത് ഉണ്ടാക്കിയിട്ട് പിന്നെ വേണം നമുക്ക് കറി അപ്പം തന്നെ ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു ഫുൾ വിസിലും ഒരു സിമ്മിലും അങ്ങനെയാണ് ഞാൻ വെള്ളരിക്ക വേവിക്കുക. എന്നാൽ നല്ലോണം വെന്ത് കിട്ടും. വെന്തിട്ടില്ലെങ്കിലും പിന്നെ അതിൻ്റെ കറീൻ്റെ ടേസ്റ്റ് അറിയത്തില്ലല്ലോ. അപ്പോൾ ഇത് ഞാൻ റെഡിയാക്കിയിട്ട് ഇനി നമുക്ക് സ്റ്റൗവിലേക്ക് വെക്കാം കേട്ടോ. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പുളി ഒഴിച്ചിട്ട് പിന്നെയും കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒഴിക്കാം കേട്ടോ. ഒഴിച്ചിട്ട് നമുക്ക് അത് സ്റ്റൗവിലേക്ക് വെക്കാം. അതൊന്ന് തിളച്ച് കഴിയുമ്പോൾ അത് വേഗം റെഡിയാവും കേട്ടോ. പിന്നെ അടുത്തത് നമുക്ക് നമ്മുടെ കൊഞ്ച് നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മുളക്, മഞ്ഞൾ, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് പൊടിയുപ്പ്, പിന്നെ കുറച്ച് മഞ്ഞൾ, ഇത് ഇത്രയും എടുത്തുള്ളൂ കേട്ടോ. കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. അത് ഇട്ടിട്ട് നല്ലോണം ഒന്ന് അതങ്ങ് മാഗ്നേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആവശ്യമുള്ളവരെടുക്കാമല്ലോ. അതുകൊണ്ട് അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്, അത് റെഡിയാക്കി വെച്ച് കുറച്ച് 2 പച്ചമുളക് അതിൽ കട്ട് ചെയ്തിടുന്നുണ്ട് കേട്ടോ, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ ചെയ്താൽ മതി. ഇതൊക്കെ എൻ്റെ മോനിങ്ങനെ പറയും ഇതൊക്കെ ചെയ്യാൻ, അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇനി അടുത്തത് മുളകിട്ട മീൻ റെഡിയായോ ഒന്ന് നോക്കാം. അപ്പോൾ അത് റെഡിയായി ഇട്ടിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതും കൂടി ആക്കാം. പിന്നെ തേങ്ങ നമുക്ക് കാളന് വേണ്ടിയിട്ട് തേങ്ങയും കുറച്ച് ജീരകം, മഞ്ഞൾ, മുളക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ഞാൻ ഒരു 2 സ്പൂൺ ഇത്ര ആവശ്യത്തിന് തൈരും കൂടി ഒഴിച്ചിട്ട് നല്ലോണം അരച്ചെടുക്കും കേട്ടോ. നല്ലോണം അരച്ചെടുക്കണം കേട്ടോ. നല്ലോണം അരച്ചിട്ടില്ലെങ്കിൽ നമുക്കിത് ടേസ്റ്റ് ഉണ്ടാവില്ല. നല്ല പേസ്റ്റ് പോലെ നല്ലോണം അരച്ചെടുക്കണം കേട്ടോ. അങ്ങനെ അത് അരച്ചെടുത്തിട്ട് നമുക്ക് അത് വെന്ത് വന്ന നമ്മുടെ വെള്ളരിക്കയിൽ അതങ്ങ് ചേർത്തിട്ട് ഒന്ന് തിളക്കുമ്പം നമുക്ക് പിന്നെ കുറച്ച് കടുകും ഉലുവയും ഒക്കെ പൊട്ടിച്ചിട്ട് താളിച്ചിടാം കേട്ടോ. അങ്ങനെയാണ് ഈ കാളൻ ഉണ്ടാക്കുന്നത്. പിന്നെ നമുക്ക് ഇനിയിപ്പോൾ നമുക്കൊരു കപ്പ റെഡിയാക്കാനുണ്ട്, അതും റെഡിയാക്കണം. പിന്നെ ഒരു ചീരത്തോരണം, അത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് ഇനി പയർ തോരൻ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പയറിൽ കുറച്ച് തേങ്ങ, മഞ്ഞൾ, മുളക്, പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുക. ഇത് എന്താണ് തോരൻ നമ്മൾ പറയുക, പറയാം കേട്ടോ. ഇവിടെ വീട് പണി നടക്കുന്നതുകൊണ്ട് ഭയങ്കര സൗണ്ടാണ്, അതുകൊണ്ടാണ്. അപ്പം അത് കടുക് പൊട്ടിച്ച് കുറച്ച് ഒരു ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് അതങ്ങനെ അതിലിടും. അത് വെന്ത് വന്നോളും കേട്ടോ അതിൽ. അപ്പോൾ അതങ്ങനെ മൂടി വെച്ചിട്ട് പിന്നെ ഒരു 2-3-4 മിനിറ്റ് കൊണ്ട് അത് ശരിയാവും. അപ്പം കറി തിളച്ച് വരുന്നുണ്ട്. കറി തിളച്ച് വന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഞാൻ കടുകും പൊട്ടിച്ച് കുറച്ച് ഉലുവയും ഇട്ടിട്ട് അങ്ങനെ താളിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഇതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് പണി തീരത്തുള്ളൂ കേട്ടോ. ഒന്ന് കഴിഞ്ഞ് ഒന്ന് ചെയ്യാൻ നിന്നാൽ നടക്കില്ല. അതുകൊണ്ടാണ് ഇത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് റെഡിയായി. ഇനി നമുക്ക് കപ്പയുണ്ട്, കുറച്ച് കപ്പയേ ഉള്ളൂ. എനിക്കും മോനും മാത്രമേ ഉള്ളൂ, ബാക്കി ആർക്കും ഇഷ്ടമല്ല. അപ്പോൾ കപ്പ കുറച്ച് പിന്നെ മുളകും മഞ്ഞളും കുറച്ച് തേങ്ങയും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഞാൻ ആദ്യം ഇത് വെള്ളം ഊറ്റി വെച്ചതാണ്. ഒന്ന് തിളപ്പിച്ചിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് തിളപ്പിച്ചിട്ട് വെള്ളം ഊറ്റി വെച്ച സാധനമാണ് ഇത്. അപ്പോൾ അത് നമുക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ നല്ല കപ്പയാണ്, അടിപൊളി കപ്പയാണ് കേട്ടോ. അത് ഒന്ന് കുക്കറിലേക്ക് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ചീര തോരനുണ്ടാക്കാം. അതിന് കടുക് പൊട്ടിച്ചിട്ട് ഞാൻ ചീരയിൽ ഉള്ളിയും തേങ്ങയും മഞ്ഞളും മുളകും ഉപ്പും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായേ, അതും കൂടി ഇട്ടിട്ട് ചീര നമുക്ക് വേവിച്ചെടുക്കാം. പിന്നെ നമുക്ക് മീൻ വറുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതും പെട്ടെന്നാവും, മീനൊക്കെ റെഡിയാവും. പിന്നെ അതും കൂടി ആക്കി കഴിഞ്ഞാൽ പിന്നെ ഉള്ള പണി എന്താ, പിന്നെ കുറച്ച് പപ്പടം കാച്ചണം. പിന്നെ നമ്മുടെ ഉണക്കമുളക് 2 എണ്ണയിലും ബാക്കിയൊക്കെ കഴിഞ്ഞു ഇനി ഉണ്ടാക്കണം.
അപ്പം കപ്പ നോക്കുക, കപ്പ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൽ കുറച്ച് പിന്നെ എണ്ണ ചൂടാകുമ്പോൾ പിന്നെ കടുക് പൊട്ടിച്ചിട്ട് 3-4 വെളുത്തുള്ളി ഒന്ന് നല്ലോണം റെഡ് കളറാകുന്ന വരെ ഞാൻ വാട്ടിയെടുക്കും കേട്ടോ. അതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ, നല്ല ടേസ്റ്റാണ്. പിന്നെ കുറച്ച് കറിവേപ്പിലയും ഉണക്കമുളക് വേണമെങ്കിൽ ഇടാം. ഇതിൽ മുളക് ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇട്ടിട്ടില്ലെന്ന് തോന്നുന്നു. അത് വേണമെങ്കിൽ ഇടാം കേട്ടോ. അങ്ങനെ അതും കൂടി നല്ലോണം ഒന്ന് ഇട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് റെഡിയായി കേട്ടോ. ഇനി കണ്ട നല്ല അടിപൊളി കപ്പയാണേ, നല്ല കപ്പയാണ്, നല്ല കപ്പ, നല്ല മെഴുക് പോലത്തെ നല്ല കപ്പയാണ്. അപ്പം നമ്മുടെ ചീര റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ കപ്പായരും റെഡിയായി, മീൻ വറക്കുന്നതും ഏകദേശം അങ്ങായി. ഇനി നമുക്ക് പപ്പടം കാച്ചാം കേട്ടോ. പപ്പടത്തിനും 2 മുളകേളെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതും കൂടി കാച്ചിയെടുക്കാം. അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് സപ്പോർട്ട്